So today we are going to see interfaces in Java. നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചതാണ്. ഇൻഹെറിറ്റൻസിലെ പ്രോഗ്രാംസ് ചെയ്ത് നോക്കി. ഇൻഹെറിറ്റൻസ് പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച് 5 തരത്തിലുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്. 4 ബേസിക് ലെവൽ ടൈപ്പ് ഇൻഹെറിറ്റൻസും വേറൊന്ന് അതിൻ്റെ കോമ്പിനേഷനും. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അനുസരിച്ച് യു ഹാവ് സിംഗിൾ ഇൻഹെറിറ്റൻസ്, you have hierarchical inheritance, multi-level inheritance and multiple inheritance. And hybrid inheritance actually is a combination of multiple inheritance and hierarchical inheritance. Basic level നമുക്കുള്ളത് 1, 2, 3, 4 ഇൻഹെറിറ്റൻസ് ആണ്. ഇതിനകത്ത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് 2 അല്ലെങ്കിൽ അതിലധികമോ ടൈപ്പിൻ്റെ കോമ്പിനേഷനാണ്. സോ ഇൻഹെറിറ്റൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. ഇൻഹെറിറ്റൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കണ്ടു. ഒരു സിംഗിൾ ക്ലാസ്സിൽ നിന്നും ഒരു സബ് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് ഡിറൈവ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒരു ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ സബ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കുക. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്, അതിൽ നിന്നും വേറൊരു ക്ലാസ്. ഈ 3 ഇൻഹെറിറ്റൻസ് ആണ് ജാവയിൽ ഇതുവരെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിച്ചത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജാവ സപ്പോർട്ട്സ് ഓൺലി ദീസ് 3 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡയറക്ട്ലി. സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഈ 3 മാത്രമേ ജാവയിൽ ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ജാവയിൽ നിന്നും ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ ഒഴിവാക്കി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഇല്ല ജാവയിൽ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടില്ല? ഈ 2 ഇൻഹെറിറ്റൻസും ചില ആംബിഗ്യൂറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആംബിഗ്യൂറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സൂപ്പർ ക്ലാസ് സിംഗിൾ പാരൻ്റാണുള്ളത്. ആ സിംഗിൾ പാരൻറ്റിൽ നിന്നും 2 ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം 2 ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും 3ാമത്തെ ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിലെ സബ് ക്ലാസ് 3യിലേക്ക് വരുന്നു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ 2 സബ് ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ 2 പാരന്റ് ക്ലാസ്സിൽ നിന്നും ഒരു സബ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ മെത്തേഡുകളുണ്ട്. അത് ഓൾറെഡി ചിലതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തതായിരിക്കാം, ചിലത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തതായിരിക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ചില മെത്തേഡ്സിനെ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം, ചിലതിനെ നമ്മൾ ഓവർ റൈഡ് ചെയ്തും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാമെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഒരേ മെത്തേഡിനെ തന്നെ ഇവിടെ ഒരു രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും മറ്റൊരു രീതിയിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്താൽ ഡിറൈവ്ഡ് ക്ലാസ് ആയ സബ് ക്ലാസ് 3യിൽ വരുമ്പോൾ ഏത് മെത്തേഡിനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരു ആംബിഗ്യൂറ്റി വരാൻ സാധ്യതയുണ്ട് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉള്ളത്. ചിലപ്പോൾ 2 ഒരേപോലെ മെത്തേഡ് വരികയാണെങ്കിൽ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ സബ് ക്ലാസ്സിൽ 2 തരത്തു നിന്നും ഒരു കോപ്പി വരുമ്പോൾ ഏത് കോപ്പിയെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആംബിഗ്യൂറ്റി ഒഴിവാക്കാനായിട്ട് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനെയും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെയും ജാവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ 2 ഇൻഹെറിറ്റൻസും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും പലപ്പോഴും ചില ആപ്ലിക്കേഷനിലെങ്കിലും ആവശ്യം വേണ്ടതായി വരുന്നു. അപ്പോൾ അത്തരം കേസുകളിൽ ആംബിഗ്യൂറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ 2 ഇൻഹെറിറ്റൻസിനെ ഉപയോഗിക്കാൻ വേണ്ടി തരുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ഇൻ്റർഫേസസ്. അപ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻ്റർഫേസസ്. ഇനി നമ്മൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ പഠിച്ചു. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു വയ്ക്കുക, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക, അതിനകത്ത് കുറേ മെത്തേഡ്സ് എങ്കിലും അബ്സ്ട്രാക്റ്റ് മെത്തേഡായിട്ട് പറയുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പറയാതെ ജസ്റ്റ് ഇന്ന ഫംഗ്ഷൻ ഉണ്ട് എന്ന് മാത്രം പറയുന്നതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സ്ലൈഡാണിത്. വാട്ട് ഈസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹൈഡിങ് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി ദ ഫങ്ഷണാലിറ്റി ടു ദ യൂസർ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനെ നമ്മൾ ഹൈഡ് ചെയ്യുന്നു, എങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് കോൺസെപ്റ്റ് ബേസ് ക്ലാസ്സിൽ പറയാതെ എന്നാൽ ഇങ്ങനെയൊരു ഫങ്ഷനാലിറ്റി ഉണ്ട് എന്ന് മെത്തേഡിൻ്റെ പേര് മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ഡിഫൈൻ ചെയ്യുക, അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷന് അപ്പോൾ പ്രോസസ് ഓഫ് ഹൈഡിങ് സർട്ടൻ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻ ടു ദ യൂസർ. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. And we have already studied that data abstraction can be achieved by either
by using abstract class or by using interfaces. അബ്സ്ട്രാക്ട് ക്ലാസ് വഴി ഡേറ്റ അബ്സ്ട്രാക്ഷൻ നടക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഇന്റർഫേസസ് ആണ്. അപ്പോൾ ഇന്റർഫേസസ് വഴിയും നമുക്ക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജാവയിൽ ഉപയോഗിക്കാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ക്ലാസ് 100% അബ്സ്ട്രാക്ഷൻ നമുക്ക് തരുന്നില്ല. പക്ഷേ ഇന്റർഫേസസ് 100% അബ്സ്ട്രാക്ഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് നമ്മൾ കണ്ടത് ഒന്നുകൂടി ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് ഓർമ്മിക്കുക. ഒരു ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് ചില മെത്തേഡുകൾ മാത്രമേ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, മറ്റ് ചില മെത്തേഡുകൾ അവിടെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 100% ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ ഇല്ല. കുറച്ച് ഭാഗങ്ങൾ മാത്രം അബ്സ്ട്രാക്റ്റ് ആക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർഫേസസിൽ എല്ലാം 100% അബ്സ്ട്രാക്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ബോഡി ഓഫ് ദ മെത്തേഡ് ഇൻ്റർഫേസിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷനെ അച്ചീവ് ചെയ്യാനും 2 തരത്തിലുള്ള ഇൻഹെറിറ്റൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻ്റർഫേസ്. അപ്പോൾ ഇൻ്റർഫേസ് എന്താണ് എന്നാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ ഇൻ്റർഫേസസ്. അപ്പോൾ ഇൻ്റർഫേസസ് എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് എ ക്ലാസ്. ക്ലാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും ക്ലാസ് എങ്ങനെ ഉപയോഗിക്കാമെന്നും ക്ലാസ്സിൽ നിന്നും എങ്ങനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ്റർഫേസ് ഈസ് ആക്ച്വലി a concept of, it is also a concept of interface. It is actually the blueprint of a class, and there are a lot of properties associated with interfaces. എന്തൊക്കെയാണത്? It has static constants and abstract method. Static constants and abstract methods എന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റ ഐറ്റം സ്റ്റാറ്റിക് വാല്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ട് നിലനിൽക്കുകയും മെത്തേഡുകൾ പേരുകൾ മാത്രം എഴുതി റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്ന ക്ലാസിന്റെ ഒരു രൂപഭേദമാണ് ഇന്റർഫേസസ്. ഇനി ഇറ്റ് ഈസ് എ മെക്കാനിസംസ് ടു അച്ചീവ് അബ്സ്ട്രാക്ഷൻ. തൊട്ടുമുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടു ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന കോൺസെപ്റ്റിനെ 100% പ്രാവർത്തികമാക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്റർഫേസസ്. ആൻഡ് ഓൺലി അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഇൻ ദ ജാവ ഇന്റർഫേസ്, നോട്ട് മെത്തേഡ് ബോഡി. അത് നിങ്ങൾ വളരെ വ്യക്തമായി ഓർക്കണം. ഒരു ക്ലാസ്സിനെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡും അല്ലാത്ത മെത്തേഡും പ്രസന്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇഫ് യു സേ സംതിങ് ആസ് ഇന്റർഫേസ്, there can only be abstract methods, there cannot be any code written in the method. It is very clear about the interfaces. ഇന്റർഫേസിൽ മെത്തേഡുകൾ എന്താണെന്ന് മാത്രമേ പറയുകയുള്ളൂ. മെത്തേഡിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കോഡ് നമ്മൾ ഇന്റർഫേസിനകത്ത് എഴുതുന്നില്ല. Another concept about interface is that it is used to achieve multiple inheritance in Java. അത് നമ്മൾ പറഞ്ഞു 3 ബേസിക് ലെവലിലുള്ള ഇൻഹെറിറ്റൻസ് ജാവ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാവ സപ്പോർട്ട് ചെയ്യാത്ത 4ാമത്തെ ബേസിക് ലെവലിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ മറ്റൊരു കോമ്പിനേഷനായ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും ജാവ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിനെ രണ്ടിനെയും ജാവയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഇന്റർഫേസസ്. എങ്ങനെയാണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത് വരുന്ന ടോപ്പിക്സിൽ പഠിക്കും. ഇനി അടുത്തത് സ്പെസിഫൈ വാട്ട് എ ക്ലാസ് മസ്റ്റ് ഡു ആൻഡ് നോട്ട് ഹൗ. അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന വേർഡ് അതാണ് മെൻഷൻ ചെയ്യുന്നത്. സ്പെസിഫൈ വാട്ട് എ ക്ലാസ് മസ്റ്റ് ഡു ആൻഡ് നോട്ട് ഹൗ. എങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല, എന്തൊക്കെയുണ്ട് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ ഫങ്ഷനാലിറ്റി എന്തൊക്കെയുണ്ടെന്ന് പറയുന്നു, പക്ഷേ അതിന് ഇംപ്ലിമെന്റേഷൻ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നു. ആൻഡ് ഇന്റർഫേസ് is implicitly abstract. No need to use the abstract keyword. ഒരു ക്ലാസ്സിനെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ ക്ലാസ്സിനകത്തെ ചില മെത്തേഡിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അവിടെ എല്ലാം നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്റർഫേസിൽ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന കീവേഡ് എവിടെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അത് ഉപയോഗിക്കാതെ തന്നെ ഇംപ്ലിസിറ്റ്ലി അത് അബ്സ്ട്രാക്റ്റ് ആയി മാറുന്നുണ്ട്. അത് ക്ലാസിന്റെ കാര്യം അല്ലെങ്കിൽ ആ സ്കെൽറ്റന്റെ മാത്രം കാര്യമല്ല, മെത്തേഡും അതിനകത്തുള്ള എല്ലാ മെത്തേഡും ദേ ആർ ഇംപ്ലിസിറ്റ്ലി പബ്ലിക് ആൻഡ് അബ്സ്ട്രാക്റ്റ്. ഇനി അടുത്തത് ഇറ്റ് കനോട്ട് കണ്ടെയ്ൻ കൺസ്ട്രക്ടർ. നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്റർഫേസസ്
അബ്സ്ട്രാക്ട് ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ഇന്റർഫേസസ് ഉപയോഗിച്ചും ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇന്റർഫേസിൽ കൺസ്ട്രക്ടർ ഫങ്ഷൻസ്, കൺസ്ട്രക്ടർ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി ഇറ്റ് cannot create objects also. All the methods must be overridden in class. That's also very important. All the methods must be overridden in class. ഇന്റർഫേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും by default they are abstract and that must be implemented in the corresponding classes which implements the interfaces. ഒന്നിനെ പോലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇന്റർഫേസിൽ എന്തൊക്കെ ക്ലാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ആ ക്ലാസ്സുകളെല്ലാം അതിൽ നിന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡ്സ്, ഇന്റർഫേസിൽ ഏതൊക്കെ മെത്തേഡ്സ് പേര് പറഞ്ഞിട്ടുണ്ടോ ആ മെത്തേഡുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ക്ലാസ്സിൽ വ്യക്തമായി കോഡ് എഴുതണം എന്നാണ് അർത്ഥം. സോ ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇന്റർഫേസ്. എങ്ങനെയാണ് ഒരു ഇന്റർഫേസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് അറിയണം. ഞാൻ പറഞ്ഞു ക്ലാസ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഇന്റർഫേസ്, അല്ലെങ്കിൽ ക്ലാസിന്റെ കോൺസെപ്റ്റുകൾ ഒബേ ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്റർഫേസിലുള്ളത്. ക്ലാസ് എന്ന് പറയുന്ന വാക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ് ഇന്റർഫേസ് എന്നാണ്. ഇന്റർഫേസ്, നെയിം ഓഫ് ദ ഇന്റർഫേസ്, ഇൻ ബ്രാക്കറ്റ്സ് യു റൈറ്റ് ഡൗൺ all the basic level abstraction ഡീറ്റെയിൽസ് നമ്മളിവിടെ എഴുതുന്നു. കോൺസ്റ്റന്റ് ഫീൽഡ്സ്, ഡേറ്റ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുന്നു. മെത്തേഡ്സ് ഡിക്ലെയർ ചെയ്യാനാണെങ്കിൽ അതും ഡിക്ലെയർ ചെയ്തിരുന്നു. ദിസ് ഈസ് ദ ബോഡി ഓഫ് ദ ഇന്റർഫേസ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് പോലെ മറ്റൊരു കീവേഡാണ് ഇന്റർഫേസ്. ഇത് യൂസർ ഡിഫൈൻഡ് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് അതിനകത്താണ് ഇന്റർഫേസിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാം. ഷേപ്പ് എന്ന് പറയുന്ന ഇന്റർഫേസിനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇന്റർഫേസ് ഷേപ്പ് അത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അതിനകത്ത് ഫ്ലോട്ട് പൈ വാല്യൂ ഈക്വൽ ടു 3.14 കോൺസ്റ്റന്റ് ഫീൽഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഫ്ലോട്ട് പൈ വാല്യൂ ഈക്വൽ ടു 3.14. ഓയിഡ് ഏരിയ ക്യാൻ. അപ്പോൾ ഇതിനകത്ത് ക്യാൽ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. പൈ വാല്യൂ എന്ന് പറയുന്നൊരു ഡേറ്റ ഫീൽഡ് ഉണ്ട്. പൈ വാല്യൂ ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ, സോ വാല്യൂ ഇസ് ബീൻ ഇനിഷ്യലൈസ്ഡ്. Now area cal you are putting a semicolon. Now see this red color part of the code is an example. Sorry, it has come to this end. ഇത് കൂട്ടി വായിക്കുക. ഇന്റർഫേസ് കമ്പൈലർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്റർഫേസ്. കമ്പൈലർ അതിനെ കാണുന്നത് ഈ രീതിയിലാണ്. ഇവിടെ നമ്മൾ വെറും ഫ്ലോട്ട് പൈ വാല്യൂസ് 3.14 എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ ഇവിടെ അതിനെ പബ്ലിക് സ്റ്റാറ്റിക് ഫൈനൽ എന്നത് കമ്പൈലർ തന്നെ ഡെഫിനിഷൻ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ഒരു ഫ്ലോട്ട് വേരിയബിളിന്റെ പേര് വാല്യൂ മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെ കമ്പൈലർ ഇങ്ങനെയാണ് കാണുന്നത്. ദാറ്റ് ഈസ് എ പബ്ലിക് ഡേറ്റ, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ആൻഡ് ദാറ്റ് ഈസ് ഫൈനൽ. യു കാനോട്ട് ചേഞ്ച് ഇറ്റ്. വാല്യൂ ഇസ് ബീൻ ഗിവൺ. നൗ സെയിം വേ ഹിയർ ഓയിഡ് ഏരിയ ക്യാൽ എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതൊരു അബ്സ്ട്രാക്ട് മെത്തേഡാണ്. പക്ഷെ അബ്സ്ട്രാക്ട് എന്നുള്ള കീവേഡോ ഒന്നും ഇവിടെ പറയുന്നില്ല. മെത്തേഡിന്റെ പേര് മാത്രമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ പബ്ലിക് അബ്സ്ട്രാക്ട് ഓയിഡ്. പബ്ലിക് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന രണ്ട് കീവേഡും കമ്പൈലർ ആഡ് ചെയ്തിട്ടാണ് ആ മെത്തേഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വച്ചാൽ ഒരു ഇന്റർഫേസിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ മെത്തേഡുകളും പബ്ലിക്കാണ്, അബ്സ്ട്രാക്റ്റുമാണ്. പബ്ലിക് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ തുടർന്ന് ഉപയോഗിക്കാനുള്ളതാണ്. തുടർന്ന് വരുന്ന ക്ലാസ്സസിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ടാണ് പബ്ലിക് ഡെഫിനിഷൻ വരുന്നത്. പബ്ലിക് എന്ന് പറയുന്ന ആക്സസ് മോഡിഫയർ അവിടെ ഉപയോഗിക്കുന്നത്. അബ്സ്ട്രാക്ട് എന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ അതിൻ്റെ ബോഡി വരുന്നില്ല, ജസ്റ്റ് പേര് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഡിറൈവ് ചെയ്യാൻ പോകുന്ന, ഉപയോഗിക്കാൻ പോകുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ മെത്തേഡ് ഓവർറൈഡ് ചെയ്ത് അതിൻ്റെ കോഡ് കൃത്യമായി എഴുതിയിരിക്കണം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇപ്പോൾ പബ്ലിക്, അബ്സ്ട്രാക്ട് ആർ ദ ടു കീവേഡ്സ് ആഡഡ് ബിഫോർ ദ മെത്തേഡ് നെയിം ബൈ ദ കമ്പൈലർ ബൈ ഡിഫോൾട്ട്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. ഒരു ഇന്റർഫേസിനകത്തെ എല്ലാ മെത്തേഡുകളും അബ്സ്ട്രാക്റ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഇംപ്ലിസിറ്റ്ലി ഇറ്റ് വിൽ ബി ഡിഫൈൻഡ് ആസ് അബ്സ്ട്രാക്റ്റ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, പറയാതെ തന്നെ ഓൾ ദ മെത്തേഡ്സ് ആർ അബ്സ്ട്രാക്റ്റ് ഇൻ നേച്ചർ ഇൻസൈഡ് ആൻ ഇന്റർഫേസ്. ഇനി എങ്ങനെയാണ് ഇന്റർഫേസിനെ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ഹൗ ഇറ്റ് ഈസ് ബീൻ യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം, ഓർ you can say what is the syntax of using an interface in a program. You can see over here
നമ്മൾ ഇൻ്റർഫേസിനൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാണ്. ക്ലാസ് നെയിം കണ്ടോ, അത് നമുക്ക് പരിചയമുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഒരു പുതിയ കീവേഡ് വന്നിരിക്കുന്നു, ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് നെയിം. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എക്സ്റ്റെൻസ് കീവേഡ് യൂസ്ഡ് ഇൻ ഇൻഹെറിറ്റൻസ്. അപ്പോൾ ക്ലാസ് നെയിം ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ് നെയിം എന്ന് വെച്ചാൽ ഏത് ഇൻ്റർഫേസ് ആണോ നേരത്തെ ഡിഫൈൻ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് ആ ഇൻ്റർഫേസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ അതിനകത്തെ എല്ലാ മെത്തേഡും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ജോലി എന്ന് വെച്ചാൽ ആ മെത്തേഡുകൾ ഓരോന്നും എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ മെത്തേഡുകളെല്ലാത്തിനെയും ഓവർറൈഡ് ചെയ്ത് ആ അബ്സ്ട്രാക്ട് മെത്തേഡുകളെല്ലാം കൃത്യമായി ഇവിടെ നിർവചിക്കേണ്ട അവസ്ഥയാണ് നമുക്ക് ഈ ക്ലാസ്സിനുള്ളത്. അപ്പോൾ ദിസ് ക്ലാസ് ഈസ് ബീൻ implemented from the particular interface. Implemented from അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ക്ലാസ് ഇംപ്ലിമെന്റ്സ് ഇന്റർഫേസ്, അതായത് ഇന്റർഫേസിലുള്ള എല്ലാ മെത്തേഡുകളെയും നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് വ്യക്തമായി അതിൻ്റെ കോഡ് എഴുതി ഇവിടെ ഉപയോഗിക്കും എന്നർത്ഥം. ഓക്കെ, now here is an example for you. Class circle implements shape. ഇപ്പോൾ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർഫേസ് ആണ്, അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ചുമതലയാണ് ഈ ക്ലാസ് സർക്കിളിനുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഡേറ്റയും അതിനകത്തുള്ള മെത്തേഡും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മളിവിടെ ഒരു ഡേറ്റ മെമ്പറിനെ കൂടെ ഡിക്ലെയർ ചെയ്യുന്നു. ഫ്ലോട്ട് r ഈസ് ഈക്വൽ ടു 2.0f എന്ന്. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് ബീൻ റിട്ടേൺ ഇൻസൈഡ് ഓയിഡ് ഏരിയ ക്യാൽ. ഇത് ഓയിഡ് ഏരിയ ക്യാലിനകത്താണ് എഴുതാൻ പോകുന്നത്. സോ ദിസ് മെത്തേഡ് ഈസ് ബീൻ റിട്ടേൺ ഇൻസൈഡ് ഏരിയ ക്യാൽ. അപ്പോൾ ഏരിയ ക്യാലിനെ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ജസ്റ്റ് ഓൺലി എ സ്ട്രക്ചർ. വിൽ സീ ദ ഡീറ്റെയിൽഡ് പ്രോഗ്രാം നൗ. കുറച്ച് ഡീറ്റെയിൽഡ് പ്രോഗ്രാമായിട്ട് നമുക്ക് കാണാം. എക്സാമ്പിൾ പ്രോഗ്രാം കാണാം. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ്റർഫേസ് ഷേപ്പ് എന്ന് പറയുന്ന ഇൻ്റർഫേസിനെ ഡിഫൈൻ ചെയ്യുകയാണ്. അതിനകത്തൊരു ഡേറ്റയുണ്ട്, കോൺസ്റ്റൻറ്റ് ഡേറ്റയാണ്, കോൺസ്റ്റൻറ്റ് ഡേറ്റ ഫീൽഡാണ്. ഡേറ്റ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഒരു മെത്തേഡ് ഉണ്ട് ഏരിയ ക്യാൽ. യു ആർ പുട്ടിങ് എ സെമിക്കോളൻ, മീൻസ് നിങ്ങൾ അതിൻ്റെ ബോഡി ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു നിർത്തി. ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ അതിൽ നിന്നും ഉപയോഗിക്കാനായിട്ട് ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കുകയാണ്. ക്ലാസ് സർക്കിൾ ഇംപ്ലിമെന്റ്സ് ഷേപ്പ്. എക്സ്റ്റെൻസ് എന്ന് പറയുന്ന അതേ മീനിങ് തന്നെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ പറയാം. ക്ലാസ് സർക്കിൾ ഈസ് ബീൻ ഇംപ്ലിമെന്റഡ് ഫ്രം ഇന്റർഫേസ് ഷേപ്പ്. ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ പൈ വാല്യൂ ഇവിടെ ഉണ്ട്. ഇനി ഏരിയ ക്യാലിൻ്റെ അബ്സ്ട്രാക്ട് മെത്തേഡാണ് ഇവിടെ ഉള്ളത്. ഏരിയ ക്യാലിനെ നമ്മൾ കൃത്യമായി നിർവചിക്കുകയാണ്. ഏരിയ ക്യാലിനകത്തൊരു വേരിയബിൾ ഉണ്ട്, ഫ്ലോട്ട് r 2.0. Then a is equal to pi value. What is pi value? Pi value ഇവിടെ ഉണ്ട് 3.14f. Pi value into r. You are displaying the output as area A. Now come to the main program. You are using the class circle to create the object C. Circle C is equal to new circle. Using the C object, you are calling area cal. Area cal is an implemented method inside the circle which is defined as an abstract in the interface shape. അപ്പോൾ ഈ ഇൻ്റർഫേസ് ഷേപ്പിൽ നിന്നും ഇംപ്ലിമെൻ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്ലാസ് ആണ് സർക്കിൾ. അപ്പോൾ അതൊരു എക്സാമ്പിൾ. ഇനി മറ്റൊരു എക്സാമ്പിളൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇവിടെ നോക്കൂ, ഇവിടെ ഇൻ്റർഫേസ് ഷേപ്പിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ. ഒരു കോൺസ്റ്റൻറ്റ് ഡേറ്റ ഉണ്ട്, രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്? ഏരിയ ക്യാലും ഡിസ്പും. രണ്ട് മെത്തേഡ് ഉണ്ട് ഇൻ്റർഫേസിനകത്ത്. ഇനി സർക്കിൾ ഇംപ്ലിമെൻറ്റ് ഷേപ്പ്. സർക്കിൾ ക്ലാസ് ഈ ഇൻ്റർഫേസ് ആയ ഷേപ്പിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നോക്കൂ, ഇവിടെ ഏരിയ ക്യാലിനെ നമ്മൾ വ്യക്തമായി നിർവചിച്ചു. ഏരിയ ക്യാലിനകത്ത് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാൽക്കുലേഷൻസ്, അതൊക്കെ അതിൻ്റെയൊക്കെ കോഡ് എഴുതി. ഇനി അടുത്തത് നോക്കുക, ഇവിടെ എന്തുണ്ട്? ഡിസ്പ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസ്പ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡും അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഡിസ്പിനെ നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്ക് ആഗ്രഹമില്ല അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന്, അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട എങ്കിലും നമ്മൾ അതിനെ ഇവിടെ പേരെടുത്ത് എഴുതി അതിൻ്റെ ബോഡി നള്ളാക്കി എഴുതുന്നു. ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ പബ്ലിക് വോയിഡ് ഡിസ്പ് എന്ന് എഴുതി സ്റ്റാർട്ടിംഗ് ബ്രാക്കറ്റ് ഇട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. അതിനർത്ഥം ഇൻ്റർഫേസിലുള്ള എല്ലാ മെത്തേഡുകളെയും ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ക്ലാസ് വ്യക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ക്യാൽ, ഏരിയ ക്യാലുണ്ട്, അതിന് നമ്മൾ കോഡ് എഴുതി.
ഡിസ്പ് നമ്മളിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നിരുന്നാലും ഡിസ്പ് എന്ന് എടുത്ത് എഴുതിയിട്ട് ഒരു ബ്ലാങ്ക് ബ്രാക്കറ്റ് ഇട്ട് നമ്മൾ അതിൻ്റെ ബോഡി ഡിഫൈൻ ചെയ്യുന്നു, യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നില്ലെങ്കിൽ പോലും മെത്തേഡ് എഴുതി ചേർക്കേണ്ട ആവശ്യം ഉണ്ട്. ഇവിടെ നമ്മൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, സർക്കിൾ സി ഡോട്ട് ഏരിയ സി ഉപയോഗിച്ച് ഏരിയ ക്യാലിനെ കോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഇതൊക്കെയാണ്. അബ്സ്ട്രാക്ട് ക്ലാസ് ഉപയോഗിച്ച് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻ്റർഫേസിനകത്ത് കൺസ്ട്രക്റ്റർ മെത്തേഡ് ഡിഫൈൻ ചെയ്യാറില്ല. ഇൻ്റർഫേസിനകത്തെ എല്ലാ മെത്തേഡുകളും അബ്സ്ട്രാക്ട് മെത്തേഡാണ്. അതിനകത്ത് മെത്തേഡിൻ്റെ ബോഡി വരാറില്ല. ഏത് ക്ലാസ് ആണോ ഈ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിനകത്താണ് ആ മെത്തേഡുകളുടെ പൂർണ്ണ രൂപം ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കോഡ് എഴുതി ചേർക്കുന്നത്. ഇനി ഇൻ്റർഫേസിനകത്തെ ഡേറ്റാ ഫീൽഡ് കോൺസ്റ്റൻറ്റ് ഡേറ്റാ ഫീൽഡായിട്ട് പബ്ലിക് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്പൈലർ അതിനെ നിർവചിക്കുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് interface. Okay, now what is the use of interface? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു, അതായത് അബ്സ്ട്രാക്റ്റ് ക്ലാസ് കണ്ടു, ഡേറ്റ അബ്സ്ട്രാക്ഷൻ അത് വെച്ചിട്ട് പോസിബിൾ ആണ്. പിന്നെ ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും കണ്ടു, ഇൻഹെറിറ്റൻസ് അത് ഉപയോഗിച്ച് പോസിബിൾ ആണ്. ദെൻ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർഫേസ്? മറ്റൊരു പുതിയ കോൺസെപ്റ്റൂടെ എന്തുകൊണ്ട് ജാവയിൽ ഉണ്ടാക്കിയിരിക്കുന്നു? 2 ആൻസറാണുള്ളത്. ഒന്ന് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് കുറേ മെത്തേഡുകൾ കൂടെ എഴുതുന്നുണ്ട്, പക്ഷേ ഒരു ഇൻ്റർഫേസിനകത്ത് മെത്തേഡ് എഴുതാറേ ഇല്ല, മെത്തേഡിൻ്റെ പേര് മാത്രമേ. അപ്പോൾ ആ കംപ്ലീറ്റ് സെക്യൂരിറ്റി നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നില്ല. ഓബ്ജക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് തരുന്നില്ല. ഇനി ജാവ ഡസ് നോട്ട് സപ്പോർട്ട് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. നമ്മൾ കണ്ടു, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇല്ല. അപ്പോൾ അത് ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ് ഇൻ്റർഫേസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുവഴി നമുക്ക് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ യൂസ് ഓഫ് ഇൻ്റർഫേസ്. വൈ ഇൻ്റർഫേസ് ഈസ് ബീൻ ഡിഫൈൻഡ് എന്നുള്ള ചോദ്യത്തിന് വൈ ഡു യു വാണ്ട് ടു ഹാവ് ദിസ് കോൺസെപ്റ്റ് ഇൻ ജാവ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറഞ്ഞത്. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ചെയ്യുന്നതെന്ന് ചില എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ എഴുതുന്നു നോക്കുക. നമ്മൾ ഒരു ഒന്നോ അതിനധികമോ ഇൻ്റർഫേസ് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ മറ്റാരുടെയോ ഇൻ്റർഫേസസ് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. യു ഹാവ് ഇമ്പോർട്ടഡ് ഇറ്റ്. എനിവേ യു ഹാവ് 2 or more ഇൻ്റർഫേസസ് ഇൻ യുവർ പ്രോഗ്രാം അവൈലബിൾ ഫോർ യു. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിനെ ഉണ്ടാക്കുകയാണ്, ക്ലാസ് നെയിം വെച്ചിട്ട് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർഫേസ് 1, ഇൻ്റർഫേസ് 2 എക്സെട്ര. യു ക്യാൻ റൈറ്റ് എനി നമ്പർ ഓഫ് ഇൻ്റർഫേസസ് ഓവർ ഹിയർ. എന്ന് വെച്ചാൽ ഈ ക്ലാസ് ഇതിൽ നിന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്, ഇതിൽ നിന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും, നമ്മുടെ പ്രോഗ്രാമിൽ 2 ഇൻ്റർഫേസസ് അവൈലബിൾ ആണ്. ഒന്ന് ബേർഡ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഉണ്ട്, ഒന്ന് മാമൽ എന്ന് പറയുന്ന ഇൻ്റർഫേസും ഉണ്ട്. ഈ 2 ഇൻ്റർഫേസിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്താണ് ക്ലാസ് ബാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ബാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ബേർഡ് മാമൽ എന്നർത്ഥം. അതിനർത്ഥം ഇതിനകത്തുള്ള അബ്സ്ട്രാക്ട് മെത്തേഡും ഇതിനകത്തുള്ള അബ്സ്ട്രാക്ട് മെത്തേഡും ഇവിടെ ബാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബേർഡിൻ്റെ പ്രോപ്പർട്ടീസും മാമലിൻ്റെ പ്രോപ്പർട്ടീസും ഒരുപോലെ ബാറ്റിന് അവൈലബിൾ ആണ്. അതാണ് ഇൻ്റർഫേസസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പോൾ വിൽ സി വൺ എക്സാമ്പിൾ, കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ഇൻ്റർഫേസ് വഴി ജാവയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കുക. ഇവിടെ ബേർഡ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഉണ്ട്, അതിനകത്ത് ആകെ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് മാത്രമേ ഉള്ളൂ, ബി പ്രോപ്പർട്ടി. അത് ഡിഫൈൻ ചെയ്ത് വെച്ചു, ഇൻ്റർഫേസ് തീർന്നു. അടുത്ത ഇൻ്റർഫേസ് മാമലാണ്. മാമലിൻ്റെ അകത്ത് ആകെ ഒരു മെത്തേഡേ ഉള്ളൂ, എം പ്രോപ്പർട്ടി. അതിൻ്റെ ബോഡി ഇവിടെ ഇല്ല, ജസ്റ്റ് മെത്തേഡിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ക്ലാസിൻ്റെ പേരാണ് ബാറ്റ്. നോക്കൂ, ക്ലാസ് ബാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ബേർഡ് മാമൽ. ദിസ് ഈസ് ഫസ്റ്റ് ഇൻ്റർഫേസ്, ദിസ് ഈസ് സെക്കൻഡ് ഇൻ്റർഫേസ്. അപ്പോൾ ബാറ്റ് 2നെയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇൻ്റർഫേസ് 1നെയും ഇൻ്റർഫേസ് 2നെയും. എന്ന് വെച്ചാൽ
ബി പ്രോപ്പർട്ടിയും എം പ്രോപ്പർട്ടിയും ബാറ്റിനകത്തുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിനെ ആ മെത്തേഡുകളെ എഴുതേണ്ട ചുമതല ഈ ക്ലാസ്സിനാണ്, ബാറ്റിനാണ്. അല്ലെങ്കിൽ ആ മെത്തേഡുകളെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചുമതല ബാറ്റിനാണ്. ഇനി ബാറ്റിനകത്ത് ഒരു ബി പ്രോപ്പർട്ടി എഴുതി അതിനെ ഓവർറൈഡ് ചെയ്തു എഴുതുവാണ്. എന്താണ് അതിൻ്റെ ബോഡി? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഇറ്റ് ക്യാൻ ഫ്ലൈ. അതുപോലെ തന്നെ അടുത്ത ഇന്റർഫേസ് ആയ മാമലിൽ നിന്ന് കിട്ടിയ എം പ്രോപ്പർട്ടിയെയും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. എന്തെഴുതി? ഇറ്റ് ഗീവ്സ് ബർത്ത് ടു യങ് വൺസ്. ഓക്കെ, രണ്ടിനെയും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി ഈ ക്ലാസിന്റെ സ്വന്തം മെത്തേഡാണ് ഡിസ്പ് പ്രോപ്പർട്ടി. ഡിസ്പ് പ്രോപ്പർട്ടിയിൽ രണ്ടിനെയും നമ്മൾ കോൾ ചെയ്തിരിക്കുന്നു. ബി പ്രോപ്പർട്ടിയും കോൾ ചെയ്തു, ഈ മെത്തേഡിനെയും കോൾ ചെയ്തു, എം പ്രോപ്പർട്ടിയും കോൾ ചെയ്തു. എന്ന് വെച്ചാൽ ഇതും വർക്ക് ചെയ്യും, അതിനുശേഷം ഈ ലൈനും വർക്ക് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ബാറ്റ് ക്ലാസ്. Now you come to the main program. Main പ്രോഗ്രാമിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കുക. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനകത്ത് ബാറ്റ് ബി ന്യൂ ബാറ്റ്. ബാറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് പി എ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപയോഗിച്ച് ഡിസ്പ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നു. വാട്ട് ഈസ് ഡിസ്പ് പ്രോപ്പർട്ടി? ഇതിനകത്തെ ബാറ്റിനകത്തെ ഒരു മെത്തേഡാണ് ഡിസ്പ് പ്രോപ്പർട്ടി. അവിടെ നിന്നും ബി പ്രോപ്പർട്ടിയെയും എം പ്രോപ്പർട്ടിയെയും അത് കോൾ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഫ്ലൈ, ഇറ്റ് ഗീവ്സ് ബർത്ത് ടു യങ് വൺസ് എന്ന് പറയുന്ന രണ്ട് സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതിനർത്ഥം എന്തുവാണ്? നമുക്ക് നമ്മുടെ ക്ലാസ് ഡിറൈവ് ചെയ്തെന്ന് പറഞ്ഞുകൂടാ, എങ്കിലും കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ബാറ്റ് രണ്ട് ഇന്റർഫേസിൽ നിന്ന് ഡിറൈവ് ചെയ്തുണ്ടാക്കിയതാണ്. അതായത് ആദ്യത്തെ ഇന്റർഫേസ് ആയ ബേർഡിലുള്ള പ്രോപ്പർട്ടീസും ഇവിടെയുണ്ട്, ബേർഡിലുള്ള മെത്തേഡ് ഇവിടെയുണ്ട്, മാമലിനുള്ള മെത്തേഡിനെയും ഇവിടെയുണ്ട്. നമ്മൾ അതിനെ എടുത്ത് വൃത്തിയായി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. So this is the concept of multiple inheritance. ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇതിനെ ഇന്റർഫേസ് വഴിയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ജാവ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇൻഹെറിറ്റൻസും ഇന്റർഫേസും കൂടെ എങ്ങനെ ഒരുപോലെ ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നോക്കുക, ഒരു ഇന്റർഫേസ്, വേറൊരു ഇന്റർഫേസ്, ഒരു ക്ലാസ്. ബാറ്റ് എന്ന് പറയുന്ന ക്ലാസ് ഈ ഇന്റർഫേസിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് പ്രോപ്പർട്ടി കൂടെ കിട്ടുന്നു. എന്ന് വെച്ചാൽ ഇതിനകത്തെ രണ്ട് അബ്സ്ട്രാക്ട് മെത്തേഡോ മൂന്നോ എത്ര അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടോ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചുമതല ബാറ്റിനാണ്. ഇനി ഈ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും അബ്സ്ട്രാക്ട് ക്ലാസ്സോ മറ്റോ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ അബ്സ്ട്രാക്ട് നല്ല ഡിഫൈൻ ചെയ്താൽ, പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ റീഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ യൂസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ബാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തെ എല്ലാ മെത്തേഡ്സും ഇവിടെ എഴുതിയിരിക്കണം. അതോടൊപ്പം തന്നെ അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തതായതുകൊണ്ട് അതിനകത്തെ എല്ലാ മെത്തേഡുകളും എല്ലാ ഡേറ്റയും പബ്ലിക്കായിട്ട് ഡിഫൈൻ ചെയ്ത അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും. സോ you can see the example now. ബേർഡ്, മാമല് രണ്ട് ഇന്റർഫേസ് ആണ്. ഇനി ഒരു ക്ലാസ് ആണ്, ബേസ് ക്ലാസ് ആണ് അനിമൽ. അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ബേർഡുമായിട്ടും ബന്ധമില്ല, മാമലുമായിട്ടും. ഒരു ഇൻഡിപെൻഡന്റ് ക്ലാസ് ആണ് അനിമൽ. അതിനകത്ത് ഇറ്റ് ക്യാൻ ഈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇനി ബാറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇറ്റ് ഈസ് എ ക്ലാസ് എക്സ്റ്റെൻഡഡ് ഫ്രം അനിമൽ. അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അത് ബേർഡ് എന്ന് പറയുന്ന ഇന്റർഫേസിനെയും മാമൽ എന്ന് പറയുന്ന ഇന്റർഫേസിനെയും ഇംപ്ലിമെന്റ് ചെയ്യുക കൂടെ ചെയ്യുന്നു. അപ്പോൾ ബേർഡിനകത്തെ ബി പ്രോപ്പർട്ടി ഇതിനകത്ത് വ്യക്തമായി നിർവചിച്ചു. മാമൽ എന്ന് പറയുന്ന ക്ലാസ്സിനകത്തെ എം പ്രോപ്പർട്ടി ഇവിടെ വ്യക്തമായി നിർവചിച്ചു. അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിലെ എ പ്രോപ്പർട്ടി അവിടെ എങ്ങനെയാണോ ഉള്ളത് അത് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ട്. നമ്മളൊന്നും നിർവചിക്കാൻ പോകേണ്ട കാര്യമില്ല, അതിങ്ങോട്ട് ഡിറൈവ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഡിസ്പ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പുതിയൊരു മെത്തേഡ് ഇവിടെ എഴുതി ചേർന്നിട്ടുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യുന്നു? ബി പ്രോപ്പർട്ടിയെ കോൾ ചെയ്യുന്നു, എം പ്രോപ്പർട്ടിയെ കോൾ ചെയ്യുന്നു, എ പ്രോപ്പർട്ടിയെ കോൾ ചെയ്യുന്നു. ബി പ്രോപ്പർട്ടി ഇവിടെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്, എം പ്രോപ്പർട്ടി ഇവിടെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ട്, എ പ്രോപ്പർട്ടി ഇതിന്റെ ബേസ് ക്ലാസ് ആയ അനിമൽ ക്ലാസ്സിൽ നിന്നും കിട്ടും. Because bat is extended from animal. At the same time, bat implements both the interfaces bird and mammal. മെയിൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെയിൻ ക്ലാസ്സിനകത്ത് യു ക്യാൻ ക്രിയേറ്റ് ഒബ്ജക്റ്റ് ക്ലാസ്. ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഇതിനെ നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യുകയും ചെയ്യാൻ പറ്റും. സോ
You can see another example now. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനോടൊപ്പം തന്നെ മറ്റ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യാനും അതിന് സാധിക്കും. എന്ന് വെച്ചാൽ മിക്സ് ചെയ്തുള്ള ഒരു പരിപാടിയും നമ്മൾ പഠിച്ചു. ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം വേറെ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ഒരേ സമയത്ത്. ഇനി അടുത്തത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആണ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു കോമൺ പേരൻറ്റ്, ആ പേരൻറ്റിൽ നിന്നും രണ്ട് സബ് ചിൽഡ്രൻ, അതിൽ നിന്നും ഒരു ഗ്രാൻഡ് ചൈൽഡ്. അപ്പോൾ ഇതിനകത്തുള്ള ഇത് ഇൻ്റർഫേസ് ആണെന്ന് ആലോചിക്കും. ഇത് ക്ലാസ് അല്ല, ദിസ് ഈസ് ഇൻ്റർഫേസ്. അതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തു, ഇതൊരു പുതിയ കോൺസെപ്റ്റാണ്. ഒരു ഇൻ്റർഫേസിൽ നിന്നും മറ്റൊരു ഇൻ്റർഫേസിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അനിമൽ എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തതാണ് ബേർഡ്. അനിമൽ എന്ന് പറയുന്ന ഇൻ്റർഫേസ്, അനിമൽ എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത മറ്റൊരു ഇൻ്റർഫേസാണ് മാമൽ. അപ്പോൾ അനിമലിനകത്തുള്ള അബ്സ്ട്രാക്ട് മെത്തേഡുകളെല്ലാം ബേർഡിലും വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ മാമലിലും വന്നു കഴിഞ്ഞു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചിലത് ആഡ് ചെയ്യാം. വേണമെങ്കിൽ അത് എല്ലാം കൂടെ ചേർന്നാണ് ബാറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇംപ്ലിമെൻറ്റഡ് ആകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടു എന്തുകൊണ്ട് ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നു എന്ന്. ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്തിരിക്കുന്നു നമ്മൾ കണ്ടു. അപ്പോൾ അതായത് ഇതൊരു ക്ലാസ് ആയിരുന്നെങ്കിൽ ഈ ക്ലാസ്സിൽ പല കാര്യങ്ങളും ഇവിടെ തന്നെ നിർവചിച്ചേനെ. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വരികയും വീണ്ടും ഇതിനെ റീഡിഫൈനും ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷേ ഇതിലൂടെ വരുന്ന ആ മെത്തേഡുകളെ റീഡിഫിനേഷന് മറ്റൊരു രീതിയിലായിരിക്കും അത് വിധേയമാകുക. അപ്പോൾ ഏറ്റവും സബ് ക്ലാസ്സിൽ വരുമ്പോൾ ചില മെത്തേഡുകൾ ഇവിടെ നിന്നുള്ള കോപ്പി എടുക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു കോപ്പി ഇവിടെ കൂടെ വരികയും ചെയ്യുമ്പോൾ ഒരു ആംബിഗ്യൂറ്റി രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഇൻ്റർഫേസിനകത്ത് ആ ആംബിഗ്യൂറ്റി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയോ ഒരു മെത്തേഡ് പോലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, എൻ്റെ കോഡ് എഴുതുന്നില്ല. കോഡുകളെല്ലാം എഴുതുന്നത് ക്ലാസ്സിലാണ്. അപ്പോൾ ഇവിടെ ആംബിഗ്യൂറ്റി വരാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ ആംബിഗ്യൂറ്റി ഇല്ലാതെ തന്നെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിൽ സീ വൺ എക്സാമ്പിൾ, ദെൻ ഇറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു ഹൗ ദ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഇസ് ബീൻ അപ്ലൈഡ് ഓവർ ഹിയർ. നോക്കൂ, നമ്മുടെ ഒരു ബേസ് ഇൻ്റർഫേസ് ഉണ്ട് അനിമൽ. അതിനകത്ത് അനിമൽ പ്രോപ്പർട്ടി ഉണ്ട്. എന്താ എന്ന് പറഞ്ഞിട്ടില്ല, എന്താണത് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അനിമലിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത മറ്റൊരു ഇൻ്റർഫേസാണ് ബേർഡ്. അപ്പോൾ അതിനകത്ത് എ പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ സ്വന്തം മെത്തേഡായ ബി പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഇവിടെ അതിൻ്റെ ബോഡി എഴുതുന്നില്ല, അതിൻ്റെ കോഡ് എഴുതുന്നില്ല, കാരണം ഇതൊരു ഇൻ്റർഫേസാണ്. ഇനി അതുപോലെ തന്നെ മാമലും അനിമലിൽ നിന്നും ഡിറൈവ് ചെയ്ത മറ്റൊരു ഇൻ്റർഫേസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നുള്ള എ പ്രോപ്പർട്ടി ഇവിടെയുണ്ട്. നമ്മളതിനെ വീണ്ടും എഴുതുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഒരു പുതിയ മെത്തേഡ് കൂടെയുണ്ട്, അബ്സ്ട്രാക്ട് മെത്തേഡ് കൂടെയുണ്ട്, എം പ്രോപ്പർട്ടി. നൗ യു കം ടു ക്ലാസ് ബാറ്റ് ഇംപ്ലിമെൻറ്റ്സ് ബേർഡ് ആൻഡ് മാമൽ. അപ്പോൾ അനിമലിൽ നിന്നും ബേർഡും മാമലിൽ നിന്നും ബാറ്റും. ഇവിടെ നമ്മൾ ബി പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്തു, എം പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്തു, എ പ്രോപ്പർട്ടിയെ ഇവിടെ ഡിഫൈൻ ചെയ്തു. കാരണം മറ്റു മൂന്നും ഇൻ്റർഫേസാണ്, അവിടെ അതിൻ്റെ ബോഡി ഇല്ല. ആ മെത്തേഡുകളെ നമ്മളിവിടെ ഇൻ്റർഫേസ് വഴി ലഭിച്ച മെത്തേഡുകളെ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. എന്നിട്ട് യു കം ടു യുവർ മെയിൻ പ്രോഗ്രാമിനകത്ത് ബാറ്റ് ബി ഉപയോഗിച്ച് ഡിസ്പ് പ്രോപ്പർട്ടിയെ കോൾ ചെയ്യുന്നു. ഡിസ്പ് പ്രോപ്പർട്ടിയിനകത്ത് ഈ 3 മെത്തേഡിനെയും കോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ബേസ് ഇൻ്റർഫേസ് ഉണ്ട്, അതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത 1, 2 ഉണ്ട്. അതിനകത്ത് കൂട്ടി യോജിപ്പിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുന്നു. ബേർഡിനകത്ത് ബി പ്രോപ്പർട്ടി വന്നു, അതുപോലെ തന്നെ മാമലിനകത്ത് എം പ്രോപ്പർട്ടിയും വന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ബേസ് ക്ലാസ്സിൽ, ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ആഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ it is the concept of hybrid inheritance. Now we have seen interfaces. എന്താണ് ഇൻ്റർഫേസ്? അതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്, ഒരു ക്ലാസ്സിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാൻ കാരണം അതിൻ്റെ ബോഡി ഇല്ല, മെത്തേഡുകളുടെ ബോഡി ഒന്നും ഇല്ല, ജസ്റ്റ് മെത്തേഡ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ഡേറ്റ ഐറ്റംസ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മൾ പുതിയ ഇൻ്റർഫേസിനെ ഡിറൈവ് ചെയ്യാം, ആ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം,
അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് ക്ലാസ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആ ക്ലാസ്സിനകത്ത് ഈ ഇൻ്റർഫേസസും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ക്ലാസ്സിനെ മറ്റ് ക്ലാസ്സിൽ നിന്നും ഒരേ സമയത്ത് പാരലലായിട്ട് ഡിറൈവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനും ഒരു പടി മേളിലാണ് ഇൻ്റർഫേസ്. അബ്സ്ട്രാക്റ്റിൽ 100% ഇൻ്റർഫേസ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ പോസിബിൾ അല്ല. പക്ഷേ ഇൻ്റർഫേസ് 100% ഡേറ്റ അബ്സ്ട്രാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. താങ്ക് യു.